നമസ്കാരം. പോലീസ് പെട്രോളിലേക്ക് സ്വാഗതം. സ്വന്തം മകനെ ഒരമ്മ ക്രൂരമായി മാന്തി പറിച്ചു നെഞ്ചത്ത്. എന്തിനാ? കാമുകനൊപ്പം ഒരുമിച്ച് കിടക്കാൻ അനുവാദം കിട്ടാത്തതിനാൽ. അതേ കേരളത്തിൽ തന്നെയാണ് പാലത്തായിയിൽ 10 വയസ്സുകാരി ഒരു അധ്യാപകൻ പീഡിപ്പിച്ച വാർത്തയ്ക്ക് ഇന്ന് കോടതിയുടെ ശിക്ഷാവിധിയുണ്ടായത്. ഈ വാർത്തകളിലേക്കൊക്കെ വിശദമായി കിടക്കുന്നു. സ്വാഗതം പോലീസ് പെട്രോളിലേക്ക് ഒരിക്കൽ കൂടി. പാനൂർ പാലത്തായിൽ 10 വയസ്സുകാരെ പീഡിപ്പിച്ച കേസിൽ പ്രാദേശിക BJP നേതാവും സ്കൂൾ അധ്യാപകനുമായ K. പത്മരാജന് ജീവപര്യന്തം ശിക്ഷ. 2 ലക്ഷം രൂപ പിഴയായും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 376A, 376B വകുപ്പുകൾ പ്രകാരം മരണം വരെ ജീവപര്യന്തം എന്നാണ് കോടതിയുടെ വിധി. പോക്സോ ആക്ട് പ്രകാരം ആദ്യ 20 വർഷം കഠിന തടവും ഇതിനുശേഷം ജീവപര്യന്തം ശിക്ഷയും അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. 12 വയസ്സിന് താഴെയുള്ള കുട്ടിയെ ഒന്നിൽ കൂടുതൽ തവണ പീഡിപ്പിച്ചതിന് പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ബലാത്സംഗം ചെയ്തതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ PM ഭാസുരി ഹാജരായി. കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് കൃത്യമായ നല്ല ഒരു പണിഷ്മെന്റ് ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ലൈഫ് ഇംപ്രിസൺമെന്റ് ടിൽ ഡെത്ത് എന്നുള്ളത് തന്നെയാണ് പ്രതിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പണിഷ്മെന്റ് ആയിട്ട് ഇതിലുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. ഇതിലെ IPC ഇന്ത്യൻ പീനൽ കോഡ് നിയമപ്രകാരം അദ്ദേഹത്തിന് മരണം വരെ ജീവപര്യന്തം എന്ന രീതിയിൽ ശിക്ഷ കിട്ടിയിരിക്കുകയാണ്. അത് 376AB വകുപ്പ് പ്രകാരം മരണം വരെ ജീവപര്യന്തം, അതുപോലെ തന്നെ 1 ലക്ഷം രൂപ പിഴയടക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിഴയടച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും 1 വർഷം വരെ കൂടുതൽ തടവുണ്ടാവും. അതിന് പുറമെ നമ്മളെ പോക്സോ ആക്ട് പ്രകാരം 2 കേസുകളിൽ 2 വകുപ്പുകളിലായിട്ട് 20 വർഷം വീതം ശിക്ഷയും 50,000 രൂപ പിഴയടക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മൊത്തം 2 ലക്ഷം രൂപയാണ് പിഴയടക്കാൻ കോടതി ഉത്തരവായിട്ടുള്ളത്. അതിനു പുറമെ ജീവപര്യന്തമാണ്. അത് വേറെ ഇളവുകളൊന്നും അതിലില്ല. ജീവപര്യന്തം തന്നെയാണ് പറഞ്ഞത്. അത് ആദ്യം പോക്സോ ആക്ട് പ്രകാരമുള്ള 20 വർഷം വീതം, അത് 2 ഒന്നിച്ചനുഭവിച്ചാൽ മതി. ആ 20 വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ് ജീവപര്യന്തം വരെ എന്നുള്ള ശിക്ഷ കഴിയുന്നത്. കേസിൽ അപ്പീൽ നൽകുമെന്ന പ്രതിഭാഗം. കൃത്യമായി നമുക്ക് ഈ കേസിൽ ഗ്രൗണ്ട്സ് ഉണ്ട്. കാരണം ഇത് അന്തിമ വിധിയല്ലല്ലോ. കാരണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കും. അവിടെ കൃത്യമായി എല്ലാ രേഖകളും, വിചാരണ കോടതി മുമ്പാകെ എല്ലാ രേഖകളും നമ്മൾ നിരത്തിവെച്ച് അവിടെ ഹൈക്കോടതിയെ സമീപിക്കുന്നതായിരിക്കും. കാരണം 1.5 വർഷം വിചാരണ നീണ്ടു പോക്കിയത് കാരണം ഈ കുട്ടിയുടെ മൊഴിയെടുത്തതും മറ്റ് സാക്ഷികളുടെ മൊഴിയെടുത്തതുമായ ജഡ്ജസ് ഈ കേസിൽ വിധി പറയരുത് എന്നുള്ള പ്രത്യേക താല്പര്യം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലതവണ സാക്ഷികളെ കൊണ്ടുവരാതെ മടക്കിയിരുന്നു. അവസാനം ഒടുവിൽ വാദം കേട്ട് ജഡ്ജ്മെന്റിന് വെച്ച സമയത്ത് ആ ജഡ്ജിന് ഫാമിലി കോടതിയിലേക്ക് മാറുകയും പുതിയ ജഡ്ജിന് മുമ്പാകെ ഈ കേസ് വിധി പറയുകയാണ് ഉണ്ടായത്. 2020 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കേസിന് ആസ്പദമായ സംഭവം. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് 3 തവണ പീഡിപ്പിച്ചു എന്നാണ് കേസ്. പീഡന വിവരം കുട്ടി മാതൃ സഹോദരിയോട് പറഞ്ഞതിനെ തുടർന്ന് ചൈൽഡ് ലൈനിലും പാനൂർ പോലീസിലും കുട്ടിയുടെ അമ്മ പരാതി നൽകി. സംഭവം നടന്ന് 2 മാസത്തിന് ശേഷമാണ് പരാതി നൽകിയത്. തുടർന്ന് പോക്സോ ചുമത്തി കേസെടുത്തു. ഏപ്രിൽ 15-ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് അടക്കം 4 സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ച കേസിൽ തീരമേഖല ADGP EJ ജയരാജൻ, അസിസ്റ്റന്റ് കമ്മീഷണർ TK രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം 2021 മേയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് IG ആയിരുന്ന S. ശ്രീജിത്ത് ഫോൺ സംഭാഷണത്തിൽ പ്രതിയെ അനുകൂലിച്ച് സംസാരിച്ചതായുള്ള വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരുന്നു. പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതി സമീപിച്ചതോടുകൂടിയാണ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയത്. ന്യൂസ് 18 കണ്ണൂർ. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ സീനിയർ CPOക്കെതിരെ കേസെടുത്തു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്.
കൊല്ലം നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസുകാരിയോട് അപമര്യാദയായി പെരുമാറുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്ത സംഭവത്തിൽ സീനിയർ CPO നവാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ 6-ാം തീയതി പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരി വിശ്രമമുറിയിലേക്ക് പോയപ്പോഴാണ് ഡെപ്യൂട്ടേഷനിലെത്തിയ നവാസ് അതിക്രമം കാണിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. പുരുഷന്മാർക്കുള്ള വിശ്രമമുറിക്ക് സമീപം നിന്നുകൊണ്ട് അപമര്യാദയായ പെരുമാറ്റം ആവർത്തിച്ചുവെന്നാണ് പരാതി. ചവറ പോലീസിലും കൊല്ലം സിറ്റി കമ്മീഷണർക്കും പരാതി നൽകിയതോടെയാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും കേസെടുക്കുകയും ചെയ്തത്. ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് തല അന്വേഷണവും നടപടിയും ആരംഭിച്ചതായാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് ഫറൂഖിൽ കള്ളനോട്ട് വേട്ട. ഒറ്റ രാത്രി നടത്തിയ റെയ്ഡിൽ 500 രൂപയുടെ 57 നോട്ടുകളും നോട്ട് അച്ചടിച്ചു വെച്ച 30 പേപ്പർ ഷീറ്റുകളും കണ്ടെടുത്തു. 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പിടിയിലായവരിൽ 2 പേർ ഡിഗ്രി വിദ്യാർത്ഥികളാണ്. രാമനാട്ടുകര ഭാഗത്ത് ഒരാൾ കള്ളനോട്ട് വിതരണം ചെയ്യുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് രാമനാട്ടുകര സ്വദേശിയായ ഡിർജിൻ പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 500 രൂപയുടെ വ്യാജനോട്ടുകൾ കണ്ടെത്തി. തനിക്ക് കള്ളനോട്ട് നൽകിയത് കൊണ്ടോട്ടി സ്വദേശിയായ അതുൽ കൃഷ്ണയാണെന്ന് ഡിർജിൻ മൊഴി നൽകി. ഇയാളുടെ വീട്ടിൽ നിന്ന് 500 രൂപയുടെ 20 വ്യാജ കറൻസികളും പിടിച്ചെടുത്തു. അതുലിന് നോട്ടുകൾ കൈമാറിയ അരീക്കോട് സ്വദേശികളായ അംജദ് ഷാ, അഫ്നാൻ എന്നിവരെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അംജിത്തിന്റെ വീട്ടിൽ നിന്നും 500 രൂപയുടെ വ്യാജ കറൻസി പ്രിന്റ് ചെയ്ത വെട്ടിമാറ്റാത്ത 30 A4 ഷീറ്റുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുക്കം സ്വദേശിയായ സാരംഗിന്റെ വീട്ടിലാണ് കള്ളനോട്ട് അച്ചടിച്ചതെന്ന് കണ്ടെത്തി. ഇവിടെ നിന്നും പ്രിന്റർ അടക്കമുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തു. കേസിൽ ആദ്യം പിടിയിലായ ഡിർജിൻ ഡിജിറ്റൽ പെയിന്റിംഗ് ജോലി ചെയ്യുന്നയാളാണ്. അതുൽ സോളാർ പാനൽ ടെക്നീഷ്യനാണ്. അംജദ് ഷാ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയും അഫ്നാൻ BA ചരിത്ര വിദ്യാർത്ഥിയുമാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. പത്മകുമാർ തേടിയ സമയപരിധി അവസാനിച്ച സാഹചര്യത്തിൽ അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് നൽകും. അടുത്ത ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും മുൻപ് പത്മകുമാറിനെയും N. വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിലെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ബുധനാഴ്ചയ്ക്ക് മുമ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനായിരുന്നു ആദ്യം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന് നോട്ടീസ് നൽകിയത്. എന്നാൽ വ്യക്തിപരമായ അസൗകര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2 ദിവസത്തെ സാവകാശം തേടുകയായിരുന്നു പത്മകുമാർ. എന്നാൽ ഇനിയും ചോദ്യം ചെയ്യലിന് പത്മകുമാർ ഹാജരാകാത്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും നോട്ടീസ് നൽകാനുള്ള SITയുടെ തീരുമാനം. ആ നോട്ടീസ് നൽകുന്ന സമയപരിധിക്കുള്ളിൽ പത്മകുമാർ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എങ്കിൽ കടുത്ത നീക്കങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കും. കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ചോദ്യം ചെയ്യുകയും തുടർന്ന് മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് SIT കടന്നേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അന്വേഷണത്തിന്റെ ഭാഗമായി 2 ഇടക്കാല റിപ്പോർട്ടുകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച SIT അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം പത്മകുമാർ നൽകുന്ന മൊഴി കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും അടുത്ത രഹസ്യ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ SIT സമർപ്പിക്കുക. അതുകൊണ്ട് തന്നെ പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുകയെന്നാണ് സൂചന. എന്തായാലും പത്മകുമാറിനെയും N. വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ മറ്റാരൊക്കെ പങ്കാളികളായിട്ടുണ്ട്, ഉദ്യോഗസ്ഥർക്കും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനടക്കം പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നുള്ള നിഗമനത്തിലാണ് SIT നിലവിലുള്ളത്.
തിരുവനന്തപുരം വർക്കലയിലെ പൗൾട്രി ഫാമിൽ പുലർച്ചെ നടത്തിയ മോഷണം മറ്റൊരു കേസിൽ ചോദ്യം ചെയ്യവേ പുറത്തായി. പൗൾട്രി ഫാമിലേക്ക് കോഴികളെ എത്തിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവറും സുഹൃത്തുമാണ് ഇതിൽ അറസ്റ്റിലായത്. ചിത്ര, ബൗണ്ടർമുക്കിലെ അഫ്സൽ, കല്ലറ സ്വദേശി മുഹമ്മദ് ഖാൻ എന്നിവരെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. വർക്കല വടശ്ശേരിക്കോണം പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഇറച്ചിക്കോഴി വിൽപ്പനശാലയിലാണ് മോഷണം നടന്നത്. സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള ഇറച്ചിക്കോഴികളുടെ ലോഡ് വരുന്നത് പുലർച്ചെയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിന്റെ താക്കോൽ സ്ഥാപനത്തിനരികിൽ തന്നെ സൂക്ഷിക്കും. ഈ വിവരം ലോഡുമായി വരുന്ന വാഹനത്തിന്റെ ജീവനക്കാർക്കറിയാം. സ്ഥാപന ഉടമയുടെ അഭാവത്തിൽ വാഹനത്തിലുള്ളവർ താക്കോലെടുത്ത് കട തുറന്ന് ലോഡ് ഇറക്കിയ ശേഷം അവർക്ക് കിട്ടേണ്ട പണവുമെടുത്ത് മടങ്ങാറാണ് പതിവ് പോലെ നവംബർ 1 പുലർച്ചെ ലോഡുമായി വരുന്ന വാഹനം കടയിലെത്തുന്നതിന് മുമ്പേ വാഹനത്തിന്റെ സ്ഥിരം ഡ്രൈവർ തന്റെ സുഹൃത്തുമായി കടയിലെത്തി. കട തുറന്ന് മേശയിൽ സൂക്ഷിച്ചിരുന്ന 10,500 രൂപ മോഷ്ടിച്ചു. തുടർന്ന് കട പൂട്ടി താക്കോൽ പഴയതുപോലെ വച്ച് കടന്നു കളയുകയായിരുന്നു. വർക്കല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിരുന്നു. ഇതിനിടെ മറ്റൊരു മോഷണക്കേസിൽ പാങ്ങോട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ ചോദ്യം ചെയ്യുമ്പോഴാണ് വർക്കലയിലെ മോഷണ വിവരവും പറഞ്ഞത്. തുടർന്നാണ് പ്രതികളെ വർക്കല പോലീസിന് കൈമാറിയത്. വർക്കല പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. മലപ്പുറം വളാഞ്ചേരിയിൽ പട്ടാപ്പകൽ ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ വൻ ട്വിസ്റ്റ്. മോഷ്ടാവ് തന്നെ ബൈക്ക് അതേ സ്ഥലത്ത് തിരികെ കൊണ്ടുവച്ചു. വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി ബിജുവിന്റെ ബൈക്കാണ് കഴിഞ്ഞ ശനിയാഴ്ച മോഷണം പോകുന്നത്. മോഷ്ടിച്ച സമയത്തും തിരികെ കൊണ്ടുവച്ചപ്പോഴും യുവാവ് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വളാഞ്ചേരി പട്ടണത്തിൽ നിന്ന് പട്ടാപ്പകൽ ബൈക്ക് മോഷ്ടിച്ചയാളെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് പോലീസിനെയും ബൈക്ക് ഉടമയും അമ്പരപ്പിക്കുന്ന ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ബൈക്ക് മോഷ്ടിച്ച അതേ യുവാവ് തന്നെ ബൈക്ക് തിരിച്ചെത്തിച്ചു. വളാഞ്ചേരി ടൗൺ ഭാഗത്ത് നിന്ന് ബൈക്കിൽ വന്ന ഇയാളുടെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. സ്ത്രീയെ 200 മീറ്റർ അകലെ ഇറക്കിയ ശേഷം പ്രതി ബൈക്ക് എടുത്ത നഗരസഭയ്ക്ക് സമീപത്തെ അതേ സ്ഥലത്ത് കൊണ്ടുവച്ച് മടങ്ങി. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് വൈക്കത്തൂർ സ്വദേശി ബിജുവിന്റെ സ്പ്ലെൻഡർ ബൈക്ക് മോഷ്ടിക്കപ്പെടുന്നത്. വളാഞ്ചേരി നഗരസഭയ്ക്ക് സമീപം നിർത്തിയിട്ട് തൃശൂരിലേക്ക് പോയ ബിജു തിരികെ എത്തിയപ്പോൾ പക്ഷേ ബൈക്ക് കാണാനില്ലായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ അന്നേ ദിവസം ഉച്ചയോടെ വെളുത്ത മുണ്ടും കറുപ്പ് ഷർട്ടും ധരിച്ച യുവാവ് ബൈക്ക് മോഷ്ടിച്ചുവെന്ന് മനസ്സിലായി. ബിജു വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ബൈക്ക് തിരിച്ചെത്തിച്ചത്. വാഹനം പഴയ സ്ഥലത്ത് തന്നെ എത്തിയതായി കണ്ട സുഹൃത്താണ് ബിജുവിനെ വിവരം അറിയിച്ചത്. മോഷ്ടിച്ചത് ആരാണെന്നോ മോഷ്ടിച്ച ശേഷം ബൈക്ക് തിരികെ എത്തിക്കാനുണ്ടായ കാരണം എന്താണെന്നോ വ്യക്തമല്ല. മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന റെയിൽവേ സിഗ്നൽ കേബിളുകൾ മോഷ്ടിച്ച 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് പിടികൂടി. പയ്യന്നൂർ, കോറോം, കോക്കോട് ആക്രിക്കട നടത്തുന്ന ആസാം സ്വദേശികളായ അജീമുദ്ദീൻ, ജഹാനുദ്ദീൻ അലി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. നിർമ്മാണ കമ്പനിയായ E2E റെയിൽ കവ്വായി പാലത്തിനു സമീപം കുഴിയെടുത്ത് ഇറക്കി വെച്ചിരുന്ന കേബിളുകളാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ 15-നും 31-നും ഇടയിൽ മോഷണം പോയത്. തുടർന്ന് കമ്പനി പ്രൊജക്ട് മാനേജർ ശ്രീഹരി സാബു പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണത്തിനിടെയാണ് പ്രതികളെ കോറം കൊക്കോട്ട് നിന്നും പോലീസ് പിടികൂടിയത്. കേബിളിലെ ചെമ്പ് കമ്പി എടുത്ത ശേഷം ബാക്കി ഭാഗങ്ങൾ രാത്രിയിൽ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മോഷ്ടാക്കൾ പിടിയിലായത്. കാസർഗോഡ് പീലിക്കോട് റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ നിന്നും 1560 മീറ്റർ കേബിളും പ്രതികൾ കവർന്നിരുന്നു. പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ രജീഷിന്റെ നേതൃത്വത്തിൽ SI P യദുകൃഷ്ണൻ, SI ജബ്ബാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിതിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്.
ന്യൂസ് 18 പയ്യന്നൂർ. ജമ്മു കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ അട്ടിമറി സാധ്യതകൾ തള്ളുകയാണ് ജമ്മു കശ്മീർ പോലീസ്. പരിശോധനയ്ക്കിടെയാണ് സ്ഫോടനമുണ്ടായതെന്നും മറ്റു ഊഹാപോഹങ്ങൾ അനാവശ്യമാണെന്നും ജമ്മു കശ്മീർ DGP നളിൻ പ്രഭാത് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ 9 പേർ മരിക്കുകയും 29 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെയാണ് അപകടം. സ്ഫോടനത്തിൽ സമീപവാസിയും കൊല്ലപ്പെട്ടിരുന്നു. അതിനിടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പത്താൻകോട്ടിൽ നിന്ന് ഡോക്ടർ റെയ്സ് അഹമ്മദാണ് പിടിയിലായത്. A huge quantity of explosive substances, chemicals and reagents were also recovered from Faridabad on 9th and 10th of November 25. This recovery, like the rest of the recoveries which we have done, was transported and kept securely in the open area of Police Station Nowgam. As part of the prescribed procedure, the samples of the recovery had to be forwarded for further forensic and chemical examination. ഇന്നലെ രാത്രി 11:20 ഈ വലിയ സ്ഫോടനം ഇത്തരത്തിലുണ്ടാകുന്നത്. പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായും തകരുന്ന തരത്തിലേക്ക് ഈ ഒരു സംഭവം മാറി എന്നുള്ളത് തന്നെയാണ്. സമീപത്തെ വീടുകൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഈ ഒരു സ്ഫോടനത്തിൽ 9 പേർക്കാണ് മരണം സംഭവിച്ചത്. ഈ 9 പേരിൽ 4 പേർ പോലീസ് ഉദ്യോഗസ്ഥരാണ്. മറ്റ് 3 പേർ റവന്യൂ ഉദ്യോഗസ്ഥർ, 2 പേർ ഈ ക്രൈം ഫോട്ടോഗ്രാഫർമാരാണ് എന്നുള്ളതാണ് DGP വ്യക്തമാക്കുന്നത്. മറ്റൊരാൾ ഈ സമീപത്തെ പ്രദേശവാസിയായിട്ടുള്ള ഒരു ആളാണ്. അതായത് ഈ പോലീസിനെ പലകുറി സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ 9 പേരാണ് ഈ ഒരു സ്ഫോടനത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. 29ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 5 പേരുടെ നില വളരെ ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിലും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതേസമയം ചില അട്ടിമറി സാധ്യതകൾ അല്ലെങ്കിൽ അങ്ങനെ തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിൻ്റെ നിഴൽ സംഘടനയടക്കം ചില അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഈ സ്ഫോടനത്തിന് പിന്നിൽ തങ്ങളാണ് എന്ന രീതിയിലായിരുന്നു അവർ പ്രചരിപ്പിക്കുകയും ചെയ്തത്. പിന്നാലെയാണ് മാധ്യമങ്ങളെ കണ്ട് ഈ സ്ഫോടനം എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് ഇതിന് പിന്നിലെന്ന കാര്യം കൃത്യമായി ജമ്മു കശ്മീർ DGP തന്നെ വ്യക്തമാക്കുന്നത്. അതായത് ഒരു തരത്തിലുമുള്ള അട്ടിമറി ഉണ്ടായിട്ടില്ല, ഇതൊരു ആക്സിഡൻ്റൽ ബ്ലാസ്റ്റ് മാത്രമാണ് എന്നാണ് DGP വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഈ ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയ 3000 കിലോയിലധികം വരുന്ന അമോണിയം നൈട്രേറ്റ് പോലുള്ള മാരകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കളാണ് ഈ പരിശോധനയ്ക്കായി ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് അവ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇത്തരത്തിൽ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ നോക്കുന്നതിന് വേണ്ടി അതിൻ്റെ പരിശോധനകൾക്കൊക്കെയായി ഇതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത് എന്നാണ് DGP വിശദീകരിക്കുന്നത്. അത്തരത്തിൽ ആ ദൃശ്യങ്ങളിലൂടെ കണ്ട തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം ഭയാനകരമായിട്ടുള്ള ഒരു സ്ഫോടനമാണ് ഉണ്ടായത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും ഇതിൻ്റെ മറ്റു വശങ്ങൾ കൂടി പരിശോധിച്ചു വരികയാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു വെക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു തരത്തിലുമുള്ള അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല, മറ്റൊരു തരത്തിലുമുള്ള ഭീകര സംഘടനയുടെ ഭാഗമായല്ല ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഒരു ആക്സിഡൻ്റൽ ബ്ലാസ്റ്റായി മാത്രമാണ് ഇതിനെ അവർ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയ അമോണിയം നൈട്രേറ്റ് പോലെയുള്ള വലിയ സ്ഫോടകാത്മകമായിട്ടുള്ള വസ്തുക്കൾ അത് പരിശോധിക്കുമ്പോൾ ഇത്രത്തോളം ലാഘവത്തോടെയാണോ ഇങ്ങനെയാണോ പരിശോധിക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഈ സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടി ഒരു വശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം NIA-യുടെ അന്വേഷണം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമാണ്. ഇന്ന് പത്താൻകോട്ടിൽ നിന്ന് റെയ്സ് അഹമ്മദ് എന്ന മറ്റൊരു ഡോക്ടറെ കൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തു. ഇയാളെയും രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഷഹീൻ അടക്കമുള്ള വനിതാ ഡോക്ടറെ ഉൾപ്പെടെ 3 പേരെ ഇന്ന് NIA കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇവരെ 3 പേരെയും ഒറ്റയ്ക്കിരുത്തിയും ഒപ്പം തന്നെ ഒരുമിച്ചിരുത്തിയുമുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് NIA-യുടെ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ചില നിർണായക വിവരങ്ങളും കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ NIA-ക്ക് ലഭ്യമായിരുന്നു. ഇതിൽ കൂടുതൽ പേർ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ UP-യിൽ നിന്നും ഒപ്പം തന്നെ ഗുജറാത്തിൽ നിന്നുമൊക്കെ ഈ സംഘത്തിൽ ഉൾപ്പെട്ട ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ അദീൽ അഹമ്മദ് എന്ന ഡോക്ടറുടെ സഹോദരൻ
ഇത്തരത്തിൽ വിദേശ രാജ്യത്താണുള്ളത്. ഈ വിദേശ രാജ്യത്ത് നിന്ന് ആസൂത്രണം ചെയ്യുകയും ഒപ്പം തന്നെ ഫണ്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്ത ഇയാളാണ് എന്നാണ് അന്വേഷണ സംഘം കരുതുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി റെഡ് കോർണർ നോട്ടീസ് അടക്കം ഇയാൾക്കെതിരെ ഇത്തരത്തിൽ ഇറക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമാണ്. ഇത്തരത്തിൽ തുർക്കി കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായി ഫണ്ടുകൾ എത്തിയിരുന്നത്. ഈ അൽഫല യൂണിവേഴ്സിറ്റിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടിങ് ഇവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ടോ എന്നടക്കമുള്ള പരിശോധനകളും ഈ ഒരു ഘട്ടത്തിൽ നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അവർ ഒരു സ്ഫോടന പരമ്പരയ്ക്കായിരുന്നു ലക്ഷ്യമിട്ടത്. 32ഓളം ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് വാഹനങ്ങളിൽ ഈ അമോണിയം നൈട്രേറ്റ് ഈ കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഈ 3000 കിലോയിലധികം വരുന്ന അമോണിയം നൈട്രേറ്റും മറ്റ് മാരക സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് പലയിടങ്ങളിലായി ഒരു സ്ഫോടന പരമ്പര നടത്താനായിരുന്നു ഇവരുടെ നീക്കം. അത് സ്വാഭാവികമായും ഈ അന്വേഷണത്തിലൂടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ ഒരു അന്വേഷണത്തിന് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അവിടെ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് ഈ ഫരീദാബാദിലെ ഈ ഡോക്ടർമാരുടെ സംഘത്തിലേക്കും ഒപ്പം തന്നെ ഇത്രയും വലിയൊരു സ്ഫോടന പരമ്പര ആണ് ഇവർ ലക്ഷ്യമിട്ടതെന്നുള്ള വിവരത്തിലേക്ക് കൂടി എത്തുകയും ചെയ്തത്. എന്തായാലും അന്വേഷണം കൂടുതൽ ഊർജിതമായി പുരോഗമിക്കുന്ന പശ്ചാത്തലം. നിരവധി പേർ ഇനിയും കസ്റ്റഡിയിലാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനോടുകൂടി ഏതൊക്കെ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി 11:20 കൂടി നടന്ന ഈ ഒരു സ്ഫോടനം അതൊരു ആക്സിഡൻ്റൽ ബ്ലാസ്റ്റായി ആണ് ഇത്തരത്തിൽ പോലീസ് കാണുന്നത്, അല്ലെങ്കിൽ പോലീസ് വിശദീകരിക്കുന്നത്. മറ്റൊരു കാര്യങ്ങളും അങ്ങനെ ഒരു അട്ടിമറി സാധ്യതകളൊന്നും തന്നെ ഇല്ല എന്നും ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം പൂർണ്ണമായും ജമ്മു കാശ്മീർ പോലീസും DGPയും തള്ളിക്കളയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തിരുവനന്തപുരത്ത് RSS നേതാവ് ആത്മഹത്യ ചെയ്തു. തൃക്കണാപുരത്ത് വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്ന ആനന്ദ് കെ തമ്പിയാണ് ജീവനൊടുക്കിയത്. BJPക്കും RSSനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് കുറിപ്പെഴുതി ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾക്ക് അയച്ചു നൽകിയ ശേഷമായിരുന്നു ആത്മഹത്യ. ജീവിതത്തിൽ പറ്റിയ വലിയ തെറ്റ് RSSകാരനായതാണെന്നും ഭൗതിക ശരീരം കാണാൻ RSSകാരെയും BJPക്കാരെയും അനുവദിക്കരുതെന്നും ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. ഉള്ളത് ആനന്ദിന്റെ ഇവിടുത്തെ തൃക്കണ്ണാപുരത്തിന് സമീപം കുന്നപ്പുഴയ്ക്ക് സമീപത്തെ വീട്ടിലാണ്. ഇവിടുത്തെ നാട്ടുകാരുമായൊക്കെ നമ്മൾ സംസാരിച്ചു. സജീവ BJP പ്രവർത്തകനാണ് ആനന്ദ്. മാത്രവുമല്ല BJPയുടെ ഇവിടുത്തെ പ്രാദേശിക ഗ്രൂപ്പുകളിലും ഇവിടെ BJPയുടെ പ്രവർത്തകരായി പ്രധാനമായി വരുന്ന രണ്ടുപേരിൽ ഒരാൾ ആനന്ദാണെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ മത്സരിക്കാൻ തയ്യാറാണെന്ന് BJPയുടെ പ്രാദേശിക വാട്സാപ്പ് കൂട്ടായ്മകളിൽ ഇദ്ദേഹം പറഞ്ഞു. ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ചില ആളുകൾ എതിർപ്പുമായി വന്നു. അതിനുശേഷമാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ പൊതുഗ്രൂപ്പിലിടാതെ മറ്റുള്ള ആളുകൾക്ക്, ഇവിടുത്തെ ഓരോ പ്രദേശത്തെ ആളുകൾക്കും താൻ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള സന്ദേശം ഇദ്ദേഹം അയച്ചു തുടങ്ങിയത്. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഏതാണ്ട് അരമണിക്കൂറോളം ഞാൻ ആനന്ദുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴും BJPയുമായുള്ള ബന്ധം, RSSുമായുള്ള ബന്ധമൊക്കെ വളരെ കൃത്യമായി ആനന്ദ് പറഞ്ഞിരുന്നു. ഇന്നലെ പക്ഷേ ആനന്ദ് ശിവസേനയിൽ ചേർന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ വരുന്നു. പക്ഷെ അതിനൊരു സ്ഥിരീകരണം കിട്ടുന്നില്ല. ഒരു കാരണവശാലും ഇതിൽ നിന്ന് സംഘടന വിട്ടുപോകാൻ താല്പര്യമില്ലെന്നാണ് എന്നോട് ആനന്ദ് അവസാനം സംസാരിക്കുമ്പോഴും പറഞ്ഞത്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞ പൂർണ്ണമായും കളവ് എന്ന് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വർഷങ്ങളായി RSSന് സജീവ പ്രവർത്തകൻ, പ്രദേശത്തെ BJPയുടെ പ്രവർത്തകനൊക്കെ തന്നെയായിരുന്നു ആനന്ദ്. ആനന്ദിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന നിലപാടാണ് BJP ഇപ്പോൾ സ്വീകരിക്കുന്നത്. പക്ഷേ നേതൃത്വത്തിന് രൂക്ഷ വിമർശനം, തന്റെ വീട്ടിലേക്ക് വരാനോ തന്റെ മൃതദേഹം കാണാനോ ഇവരെ നടക്കമുള്ള അതീവ ഗുരുതരമായ വിമർശനം കൂടി അടങ്ങുന്ന ആത്മഹത്യാ കുറിപ്പാണ് ഇന്ന് 4/18 ഞാൻ ഉൾപ്പെടെയുള്ള ചില മാധ്യമപ്രവർത്തകർക്ക് ആനന്ദ് അയച്ചു തന്നത്. അതിനും വളരെ കൃത്യമായി പാർട്ടിയോടുള്ള RSS എന്ന സംഘടനയോടുള്ള ബന്ധമൊക്കെ ആനന്ദ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ആനന്ദിന്റെ മരണത്തിൽ പോലീസ് സ്വാഭാവികമായിട്ട് കേസുണ്ട്. ഈ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന വീടിന്റെ ഷെഡിലാണ് ആനന്ദിനെ ഇന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വാട്സാപ്പ് സന്ദേശം വന്ന അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയതിനു മുമ്പ് തന്നെ നാട്ടുകാരും ചില പ്രവർത്തകരും RSSന്റെ പ്രവർത്തകരും ഇവിടെ വന്ന് പരിശോധിക്കുമ്പോഴാണ് ഷെഡിൽ മരിച്ച നിലയിൽ തൂങ്ങിയ നിലയിൽ ആനന്ദിനെ കണ്ടെത്തുന്നത്. ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് SK ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ സീറ്റ് ലഭിക്കാത്തതിന്റെ വിഷമവും അതുപോലെ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന വിഷമവും കാരണം തന്നെയാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരവും വാട്സാപ്പ് സന്ദേശത്തിന് വ്യക്തമാകുന്ന കാര്യവും അതുതന്നെയാണ്. ഏതായാലും ഈ BJPയുടെ നേതൃത്വം ഇപ്പോൾ തള്ളി പറയുന്നു. പക്ഷേ കൂടുതൽ നേതാക്കളുടെ പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. ശിവൻകുട്ടിയെ പോലെ BJPയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആശുപത്രിയിൽ ആനന്ദിന്റെ മൃതദേഹം കാണാൻ
എത്തിയിരുന്നു. ഒരു ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് സമാനമായി ആത്മഹത്യ ചെയ്ത BJPയുടെ കൗൺസിലർ തിരുമല അനിലിന്റെ അടുത്ത ബന്ധു കൂടിയാണ് ആനന്ദ്. ആനന്ദിന്റെ ഭാര്യ അനിലിന്റെ അടുത്ത ബന്ധുവാണ്. വീടും അധികം ദൂരമല്ല. ഈ കുന്നപ്പുഴയിലെ വീടിന് സമീപത്ത് തന്നെയാണ് അനിലിന്റെയും വീട്. അങ്ങനെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അനിലിന്റെ ആത്മഹത്യയുമൊക്കെ സ്വാഭാവികമായും ആനന്ദിനെ ഉലച്ചിരിക്കണം. നമ്മോട് സംസാരിക്കുമ്പോൾ അക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. BJPയുടെ പ്രധാന നേതാക്കൾ 80% BJPയുടെ പ്രധാന നേതാക്കളാണ് അനിലിന്റെ സഹകരണ സംഘത്തിൽ നിന്ന് പണം ലോൺ എടുത്തത്. ഒരു രേഖയുമില്ലാതെ അനിൽ നൽകി. അതിന്റെയൊക്കെ വിഷമം കാരണമാണ് അനിൽ ആത്മഹത്യയിലേക്ക് പോകുന്നത് നമ്മോട് സംസാരിക്കുമ്പോൾ ഇന്ന് ആനന്ദ് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും BJP നേതൃത്വം തള്ളിപ്പറയുമ്പോഴും BJPയുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന RSSന്റെ സജീവ പ്രവർത്തകനായിരുന്നു ആനന്ദ് എന്നതാണ് വസ്തുത. ഇനി നോക്കാം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ മറ്റു ചില വാർത്തകൾ വേഗത്തിൽ. കർണാടകയിൽ അക്രമികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ച സർക്കാർ ഉദ്യോഗസ്ഥ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. കർണാടക സാമൂഹികക്ഷേമ വകുപ്പിലെ സെക്കൻഡ് ഡിവിഷണൽ ഓഫീസറും യാദ്ഗിർ സ്വദേശിയുമായ അഞ്ജലി ഗിരീഷ് കമ്പോത്താണ് കൊല്ലപ്പെട്ടത്. കൊലയാളി സംഘത്തിലെ 4 പേർ പിടിയിലായി. നടിയും മോഡലുമായ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പ്രമുഖ സിനിമാ നിർമ്മാതാവ് അറസ്റ്റിൽ. റിയൽ എസ്റ്റേറ്റ് വ്യവസായിയും AVR എന്റർടൈൻമെന്റ് ഉടമയുമായ അരവിന്ദ് വെങ്കടേഷ് റെഡ്ഡിയാണ് പിടിയിലായത്. നടിയുടെ പരാതിയിൽ പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കാസർഗോഡ് ട്രെയിനിൽ നിന്ന് 24 കുപ്പി മുന്തിയ ഇനം ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടികൂടി. സംഭവത്തിൽ AC കോച്ച് അറ്റൻഡർ പശ്ചിമബംഗാൾ സ്വദേശി പ്രദീപ് സാമന്തയെ പോലീസ് പിടികൂടി. വിവേക് എക്സ്പ്രസിൽ നിന്നാണ് മദ്യം പിടികൂടിയത്. തൃശൂർ ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെന്തങ് ബസാറിലെ മോഹനന്റെ ഭാര്യ വനജ, മകൻ വിജേഷ് എന്നിവരാണ് മരിച്ചത്. ചെർപ്പുളശ്ശേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ തൂങ്ങി മരിച്ചു. ബിനു തോമസിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വടകര സ്വദേശിയാണ് ബിനു തോമസ്. നമ്മൾ നേരത്തെ കണ്ട ആ അമ്മയുടെയും കാമുകന്റെയും 12 വയസ്സുകാരന്റെയും കഥയുണ്ടല്ലോ, അത് ഏറെ വേദനിപ്പിക്കുന്നതാണ്. ഇതുപോലുള്ള അമ്മമാർ ആരും ആഗ്രഹിക്കില്ല. യൂട്യൂബിൽ വന്നു നിന്ന് ഘോരഘോരം വാഗ്വാദം നടത്തുന്ന, ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു ആങ്കർ കൂടിയാണ് അവർ. അവരിൽ നിന്ന് ഇതുപോലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ കേരള മനസാക്ഷി ഞെട്ടും. ആരെ വിശ്വസിക്കും നമ്മൾ? സ്വന്തം മകന് നേരിട്ട ദുരനുഭവം ഇങ്ങനെയാണെങ്കിൽ അവർ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും? പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു.